ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവർ പരാതി നൽകാൻ തയ്യാറായാൽ കേസെടുക്കണമെന്ന് കെ ശൈലജ എം.എൽ.എ. മൊഴികളുടെ മാത്രം അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ സാങ്കേതിക പ്രയാസമുണ്ട്. തെളിവുകളാണ് കോടതിയിൽ പ്രധാനം. സിനിമാ രംഗത്ത് ശുദ്ധീകരണം വേണമെന്നും ജനം ആരാധിക്കുന്നവർ അതിന് മുൻകൈയെടുക്കണമെന്നും ശൈലജ കണ്ണൂരിൽ പറഞ്ഞു. ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്നതെന്ന് മുൻ മന്ത്രി കെ ശൈലജ എം.എൽ.എ. പറഞ്ഞു. സിനിമയിൽ മാത്രമല്ല സമൂഹത്തിലാകെ പുരുഷ മേധാവിത്വമാണ് നിലനിൽക്കുന്നത്. സിനിമാ മേഖല മുതലാളിത്ത മേഖലയായി മാറി. സമ്പത്തുള്ളവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നടിമാർക്കും ജൂനിയർ ആർട്ടിസ്റ്റുമാർക്കും ഈ പ്രയാസം നേരിടേണ്ടി വന്നത്. കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിൽ മാത്രമുള്ള കാര്യമല്ല. നിലവിലെ നിയമം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. സിനിമാ മേഖല ഒരു മുതലാളിത്ത മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. അതിനകത്ത് ധാരാളം സമ്പത്തുള്ളവര് അധികാര ദുർവിനിയോഗം ചെയ്യുന്നു. അവര് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു. അങ്ങനെയാണ് വരുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടുത്തെ സ്ത്രീകൾക്കും അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് വരുന്നത്. അത് മാറ്റി തീർക്കാൻ അടിമുടി ഒരു പരിഷ്കരണം സിനിമാ രംഗത്ത് വേണം. ഇത് മലയാള സിനിമാ രംഗത്ത് മാത്രമൊന്നുമല്ല, ലോകത്തിൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ചുകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ അടിമകളെ പോലെ കാണുന്ന സ്വഭാവമുണ്ട്. അത് മാറുക തന്നെ വേണം. അതിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകണം. നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കണം. അതാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. സിനിമാ രംഗത്ത് നിന്നുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം. സർക്കാർ ഇടപെട്ട് മാത്രം പരിഹരിക്കേണ്ട വിഷയമല്ല ഇതൊക്കെ. എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുന്നതിലും അർത്ഥമില്ല. ഈ അരാജകത്വം ഇല്ലാതാക്കുകയാണ് വേണ്ടത്. കമ്മിറ്റി മുമ്പാകെ രഹസ്യമൊഴിയാണ് നൽകിയിട്ടുള്ളത്. ഇത് പരസ്യപ്പെടുത്തുന്നതിൽ പോലും രണ്ടഭിപ്രായങ്ങൾ ഉണ്ടായി. മൊഴി നൽകിയവർ പരാതി നൽകിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയുകയുള്ളൂ. വളരെ കൃത്യമായിട്ട് ഇന്ന സെറ്റിൽ വെച്ച് എന്നോട് ഇന്നയാൾ ഇങ്ങനെ പെരുമാറി എന്നുള്ളൊരു പരാതി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് അനന്തര നടപടിയിലേക്ക് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക കോടതിയുടെ മുമ്പാകെ അത് എത്തിക്കലാണ്. കോടതിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. വേട്ടക്കാരുടെ പേരുകൾ മൂടിവെക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല. ഒരു മൊഴി മാത്രമാണ് ഇപ്പോഴുള്ളത്. ആ പേരുകൾ പുറത്തുവിടാൻ പറ്റുമോ എന്നത് നിയമപരമായി പരിശോധിക്കേണ്ട വിഷയമാണ്. ജസ്റ്റിസ് ഹേമ തന്നെ മൊഴി പരസ്യപ്പെടുത്തരുതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. റിപ്പോർട്ട് മനഃപൂർവ്വം ആരും വൈകിപ്പിച്ചിട്ടില്ലെന്നും കെ ശൈലജ പറഞ്ഞു. മുമ്പത്തെ വിവരാവകാശ കമ്മീഷണർ തന്നെ ഇത് പുറത്തുവിടരുതെന്ന് പറഞ്ഞിരുന്നു. ജുഡീഷ്യൽ കാര്യമായതിനാൽ സർക്കാരിന് പരിമിതികൾ ഉണ്ടായി. ഹേമ കമ്മിറ്റിയെ നിശ്ചയിച്ചത് തന്നെ പിണറായി സർക്കാരാണ്. എന്ത് കിട്ടിയാലും സർക്കാരിനെ അടിക്കാനുള്ള വടിയായി പ്രതിപക്ഷം ഉപയോഗിക്കുകയാണ്. ഇത് ശരിയല്ലെന്നും കെ ശൈലജ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.